സർ, വീണ്ടും കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് ഒഡീഷയിലാണ്. ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണെന്ന് ഓർക്കണം എന്നൊരു ഭീഷണിയാണ് കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയവർ പറഞ്ഞേക്കുന്നത്. അതായത് മതപരിവർത്തനം ആരോപിച്ച് ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 2 മണിക്കൂറോളം തങ്ങളെ ബന്ദിയാക്കി എന്നാണ് ഈ കന്യാസ്ത്രീകൾ പറയുന്നത്. ഇപ്പോൾ ഒരു സംഭവം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇതിലിപ്പോൾ ഇത് ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് വരെ ക്രിസ്ത്യൻ സഭകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാം, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെ ഇവിടുന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു നടനെ അയച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പം ഇല്ല എന്ന് തൃശ്ശൂർ ഭദ്രസാധിപൻ യൂഹന്നോൻ മാർ മിലിത്തിയോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം നമുക്ക് സംസാരിക്കാം. പക്ഷേ എൻ്റെ ആ സംശയം, ഈ BJP ഭരണം എന്ന് പറയുന്നത് ഇതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? BJP ഭരണത്തിലേക്ക് വരാൻ സ്വീകരിച്ച മാർഗം എന്താ? എങ്ങനെയാണ് BJPയുടെ കയ്യിലേക്ക് രാഷ്ട്രീയ അധികാരം എത്തിപ്പെട്ടത്? ഒന്ന്, തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസോ അതിൻ്റെ മുന്നണികളും ഉണ്ടായിരിക്കുന്ന അഴിമതി BJP മുതലെടുക്കാൻ നോക്കി. അതോടൊപ്പം തന്നെ രാമക്ഷേത്രം, അല്ലെ ബാബരി മസ്ജിദ് തകർത്തിട്ട് രാമക്ഷേത്രം പണിയുക എന്നുള്ള ഒരു മോഹന വാഗ്ദാനം ആർക്ക് കൊടുത്തു? ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുത്തു. ഇവരാണ് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത്, അല്ലെങ്കിൽ ഇവരാണ് നമ്മുടെ ജോലി കൊണ്ടുപോകുന്നത് എന്ന് ആരെപ്പറ്റി പറഞ്ഞു? മറ്റ് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിന് പറയാനുള്ള കാരണങ്ങളുണ്ട്. അതിന് എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളുമാണിത്. ഇവിടെ ഊർസയ്ക്കയുടെ പ്രത്യേകത, ഇന്ത്യയിൽ ഒരുപക്ഷെ മധ്യപ്രദേശിനേക്കാൾ ദാരിദ്ര്യം അനുഭവിച്ച സംസ്ഥാനം ഊർസയാണ്. പട്ടിണി മരണങ്ങൾ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ഉണ്ടായൊരു സ്ഥലം ഊർസയിലെ കൽഹന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പട്ടിണി മരണങ്ങളുടെ നാടായിരുന്നത്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉണ്ടായിരുന്ന ഇതാണ് ഭൂരിഭാഗം ജനങ്ങൾ. അവിടെ സഹായവുമായിട്ട് ആരെങ്കിലും ചെന്നാൽ, ശുദ്ധജലം പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെ കൂടെ കൂട്ടുവാൻ സ്വാഭാവികമായി മനുഷ്യൻ തയ്യാറാവും. അത് ആകാശത്തു നിന്ന് ഹെലികോപ്റ്ററിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുമ്പോൾ എല്ലാവരും ചാടിപ്പിടിക്കാൻ പോകും. അത് ആരുടെ പൊതി എന്ന് ആരെങ്കിലും നോക്കുന്നില്ല? ഉണ്ടോ? ക്രിസ്തു മതത്തിൽപ്പെട്ടവരിട്ടാണോ, ഇസ്ലാം മതത്തിൽപ്പെട്ടവരിട്ടാണോ, ഹിന്ദു മതത്തിൽപ്പെട്ടവരിട്ടാണോ ആരും നോക്കുന്നില്ല. ഈ ഭക്ഷണം, വസ്ത്രം, പാർപ്പ്, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയ്ക്ക് ആശ്വാസത്തിൻ്റെ വിളക്കുമായിട്ടാണ് ആര് പോകുന്നത്? ഈ ക്രൈസ്തവ മിഷണറിമാർ പോകുന്നത്. അവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് സംശയം വരാൻ, ചോദ്യം എല്ലാം ചെയ്യാം. പക്ഷേ ഇവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ, ഒരു പ്രസവത്തിൻ്റെ ഒരു കേസ്, അല്ലെങ്കിൽ കൊച്ചിനെ ഒന്ന് ആശുപത്രി പനി വന്ന് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഇവരുടെ പ്രൊട്ടക്ഷൻ അവിടെയുണ്ട്. അത് സഭയുടെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സഭയുണ്ടെങ്കിൽ ഒരു പള്ളി ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ പുരോഗതി എന്തുമാത്രം സഹായിച്ചു എന്നൂടെ പറയണം. പള്ളി ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു ചെറിയ ആശുപത്രി, ഒരു ചെറിയ സ്കൂളും എങ്കിലും കാണും. മിക്കവാറും എല്ലായിടത്തും. എന്തേ അങ്ങനെ ഉണ്ടായി? ആശുപത്രിയും സ്കൂളും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഈ ഡിപ്പെൻഡൻസ് ക്രമേണ മതപരിവർത്തനമൊക്കെ ചിലപ്പോൾ ചെന്നെത്തിയെന്ന് വരും. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാരണം ശരിയാണ്. അവരെ എതിർക്കാൻ എനിക്ക് യാതൊരു കാരണവുമില്ല. ഞങ്ങളെ കർത്താവ് വിളിച്ചു, അതിന് കാരണം അവർ പറഞ്ഞു. കർത്താവിൻ്റെ വിളി കേൾക്കാനുള്ള കാരണം അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതിന് എതിരഭിപ്രായം പറയാനില്ല. അതേസമയം നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ രാമൻ്റെ പടം മേടിച്ച് വെച്ചോളാൻ പറഞ്ഞ് നടക്കുമോ? പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അട്ടപ്പാടിലെ കുടിയിൽ കൊണ്ട് രാമൻ്റെ പടം വെച്ചാൽ ശരിയാവുമോ? അത് മതിയോ നിങ്ങൾക്ക്? അത് പോരാ. ദൈവം മാത്രം പോരാ, മതം മാത്രം പോരാ, മനുഷ്യൻ്റെ ജീവനും കൂടെ നിലനിർത്തണം. ആ മാർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഞാൻ പേടിപ്പിച്ച് മതപരിവർത്തനത്തിന് ശ്രമിക്കുകയാണ്. ഇപ്പം ഇവിടെ കേരളത്തിൽ പോലും അടുത്ത കാലത്ത് കണ്ടുവരുന്ന പ്രവണത, പല ഹൈന്ദവ വീടുകളിലും രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ കർക്കിടക മാസം തുടങ്ങിയാൽ രാമായണം വായിക്കും. ഇനി ഇത് വായിച്ചില്ലെങ്കിൽ ഹിന്ദു അല്ല എന്നുള്ള രീതിയിൽ പ്രചരണം വരുന്നുണ്ട്. ഇപ്പോൾ തിരിച്ച് രാമായണം വായന നിർബന്ധമായിരിക്കണം, ഹിന്ദുക്കൾ ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ പലരും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഇവിടെ തകരാറ്. നിർബന്ധിക്കപ്പെട്ട മതം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനിപ്പം നേരത്തെ ഇതുവരെ ഉണ്ടായിരുന്നതിൻ്റെ കാര്യം എന്നാ? അധികാരം അവരുടെ ഭാഗത്തില്ലായിരുന്നു. അധികാരം ഇല്ലാത്തടത്തോളം കാലം പേടിച്ചവിടെ വന്നിരുന്നു. ഇത് പറയാനുള്ള ധൈര്യം BJPക്കാരന് ഇല്ലായിരുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളാ കേന്ദ്രം ഭരിക്കുന്നത്, മോഡിയാണ് പ്രധാനമന്ത്രി, അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി. ഇത് പറയാൻ അവർക്ക് പറ്റുന്നതിൻ്റെ കാരണം
ഈ നേതാക്കന്മാർ കൊടുക്കുന്ന പ്രോത്സാഹനം കൂടിയാണ്. നേതാക്കന്മാരുടെ പ്രോത്സാഹനത്തിൻ്റെ ഈ ബജരംഗ് ദളിൻ്റെ പ്രവർത്തകരായിട്ട് വന്ന ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ച ആ കുടുംബത്തിൽപ്പെട്ട ആരും കാണിയില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഹൈന്ദവ ജനതയല്ലേ വരുന്നത്, ഇവരുടെ കൂടെ വരുന്നത്. ജീവിക്കാൻ ചുറ്റുപാടുള്ള വിഭാഗത്തിലെ ആൾക്കാരാണ് മിലിറ്റൻസ് ഹിന്ദുയിസത്തിൻ്റെ വ്യക്താക്കളായിട്ട് വരുന്നത്. അതിൻ്റെ കാരണം കട്ടത അനുഭവിക്കുമ്പോൾ മാത്രമാണ് മതം കടന്നു വരുന്നത്. ആ മതത്തിൻ്റെ എല്ലായിടത്തും ഉണ്ട് തീവ്രത. മതതീവ്രത കൂടുന്നതിൻ്റെ കാരണം ഇതാണ്, മെയിൻ കാരണം ഇതാണ്. ഈ തീവ്രത കൂടുന്നിടത്തോളം കാലം സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കൂടിക്കൂടി വരും. അതിവിടെയായാലും യൂറോപ്പിലായാലും ആഫ്രിക്കയിൽ എവിടെയാണെങ്കിലും ഉണ്ടാവും. നമുക്കിത് വേണോ? നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നിറങ്ങിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ഇവിടെ മതത്തിൻ്റെ പേരിൽ ഒരു ഭിന്നിപ്പ് വേണോ? ഏതാനും ഇത്രയും 100-150 കോടി ജനങ്ങളുള്ള രാജ്യത്തുണ്ടാകുന്ന കലാപങ്ങളുടെ എണ്ണം എടുത്താൽ പാകിസ്ഥാനിലുണ്ടാകുന്നതിൻ്റെ 4-1 10-1 ഒരു അംശം പോലും ഇന്ത്യയിലുണ്ടാകുന്നില്ല. നമ്മൾ വലിയ കുഴപ്പം സമാധാനത്തോടെ ജീവിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഡൽഹി ഒരു ബെയ്റൂട്ടാണോ, അല്ലെ കൊച്ചി ഒരു ബെയ്റൂട്ടാണോ, സിറിയ ആണോ? അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഈ പരിപാടി കൊണ്ടുവരുന്നത്. മറ്റ് സമൂഹങ്ങളെ, മറ്റ് സമുദായത്തെ വെറുത്ത് അവരെ ഇവിടുന്ന് പുറത്താക്കി കഴിച്ചാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ള കണക്കുകൂട്ടൽ തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ലോകത്ത് മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന രാജ്യങ്ങൾ എത്രയുണ്ട്? ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ പേരിലാണ് ലോകത്ത് ഒറ്റ രാജ്യം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അറബി രാജ്യങ്ങൾ ഇതെല്ലാം ഒന്നാകണ്ടേ? ക്രൈസ്തവരാണെങ്കിൽ ഒറ്റ രാജ്യം ഉണ്ടാവുള്ളൂ. എൻ്റെ ആകത്തെ ഹിന്ദു. അപ്പോൾ മതത്തിൻ്റെ പേരിൽ മതം ഒരു രാജ്യത്തിൻ്റെ ചട്ടക്കൂടല്ല, അതിന് സ്ട്രെങ്ത് നൽകുന്നതല്ല. ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഇടയ്ക്കൊക്കെ പ്രാർത്ഥന നടത്താനൊക്കെ ഒരു സംഘം മാത്രമേ ഉള്ളൂ മതം. അതിനപ്പുറത്തേക്കില്ല. എവിടെയെങ്കിലും മതത്തിൻ്റെ പേരിൽ ശാന്തമായിട്ട് നിലനിൽക്കുന്ന രാജ്യം ഏക മതമായിട്ട് രൂപീകരിച്ച് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ അയർലൻഡിലെ ഇപ്പം അമേരിക്കയിൽ നമ്മളെ പുറത്താക്കാൻ പോകുന്നു, അയർലൻഡിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു. നമ്മൾ ഇവിടെ ബഹളം കൂട്ടുവാണ്. ഇത് ഇന്ത്യ എങ്ങനെ ബാധിക്കും? ട്രംപിൻ്റെ താരിഫ് ബാധിക്കും. അമേരിക്കക്കാരെ പറഞ്ഞു വിട്ടാൽ എന്നാ ചെയ്യും? അതാണ് മറ്റൊരു സിസ്റ്റം. ഇനി രണ്ടാമത് മറക്കണ്ടാത്ത കാര്യം, ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നത് ഇപ്പോഴും ഓർത്തോളൂ. ഇവിടുന്ന് കോളേജ് പണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നത് വിദേശ NRE റെമിറ്റൻസ്, പുറത്തുനിന്നുള്ളവർ ഇങ്ങോട്ട് പൈസ അയക്കുന്നതുകൊണ്ടാണ്. ഇവരെല്ലാം എവിടെയാണ് ജോലി ചെയ്യുന്നത്? അയോധ്യ ക്ഷേത്രത്തിന് 1000 കോടിയോടെ അമേരിക്കയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാൻ പറ്റുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പഴയ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, അശോക് സിംഗാളോ മറ്റൊരാൾ. ഈ പൈസ എവിടുന്നാണ് വരുന്നത്? ഹിന്ദുക്കളുടെ മാത്രം പൈസയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൈസയുണ്ട്. രാമക്ഷേത്രം പണിതയിൽ പോലും അമേരിക്ക പോയി ജോലി ചെയ്യാനുള്ള സൗകര്യവും കൊടുക്കല്ലേ? നമ്മുടെ എത്ര പേര് വികസിത രാജ്യങ്ങളിൽ എത്ര പേര് ഇവിടെ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ വരുന്നുണ്ട്? ഇവിടെ നമുക്ക് വരും ബംഗാളി വരും, അമേരിക്കക്കാരനെ കിട്ടുമോ? ഇവിടെ കൂലിപ്പണിക്ക് കിട്ടുമോ? നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുണ്ടാക്കുന്ന പൈസ അമേരിക്കക്കാരോ അല്ലെങ്കിൽ യൂറോപ്യൻസോ കൊടുക്കുന്ന, ഗൾഫ് രാജ്യങ്ങളോ കൊടുക്കുന്ന പൈസയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ ശക്തി. മാനുഫാക്ചറിങ് ഇൻഡെക്സ് കൊണ്ടല്ലാതെ ഉണ്ടാകുന്നത്, വ്യാവസായിക വളർച്ച കൊണ്ടല്ല ഇവിടെ ഉണ്ടായത്. ഈ ശക്തി കാണാതെ നിങ്ങളൊക്കെ പൊക്കൂ എന്ന് പറഞ്ഞ് വടിയും ചുറ്റുവട്ടും ആയിട്ട് ആരെങ്കിലും കാക്ക നിക്കറിട്ട് ചെന്നാൽ, ബജരംഗദളായിട്ട് ചെന്നാൽ, അവനിട്ട് അടി കൊടുക്കാനാണ് ആദ്യം ആര് തയ്യാറാകേണ്ടത്? യഥാർത്ഥ ഹൈന്ദവ വിശ്വാസി ആദ്യം അടി കൊടുക്കേണ്ട ആർക്കിട്ടെന്നറിയോ? ഞങ്ങളാണ് ഹിന്ദു. ആരാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂക്കുന്നത്? ഞാൻ ഹിന്ദുവാണെന്ന് ആരാണ് പറയുന്നത്? ഞാൻ പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല, പശുവിറച്ചി കഴിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശം ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അവകാശം എങ്ങനെയാണ് കൈവശം വയ്ക്കുന്നത്? അപ്പോൾ ഇവിടെ യാഥാസ്ഥിതികത്വം മതത്തിൻ്റെ മേൽ വീണ്ടും നമ്മളൊരു 16-ാം നൂറ്റാണ്ടിലേക്ക് പോവുകയാണ്, അല്ലെ 15-ാം നൂറ്റാണ്ടിലേക്ക് പോവുകയാണ്. ആ പോകാനുള്ള വലിച്ചു നിർത്തലിനെ തടയാൻ ഇന്ത്യക്കാർ തയ്യാറാകണം, കേരളീയ മലയാളി തയ്യാറാകണം. ഇവിടെ സുരേഷ് ഗോപിക്കെതിരെയുള്ള പരാമർശത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? സുരേഷ് ഗോപിക്ക് എതിരായിട്ടുള്ള പരാമർശം അവരുടെ കാഴ്ചപ്പാടിൽ താൻ എല്ലാവരുടെയും ആളാണ്, നിങ്ങളുടെ സംരക്ഷണത്തിന് ഞാനുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞാനുണ്ട് എന്നൊരു പൊതുബോധം സുരേഷ് ഗോപി തൃശ്ശൂർ ക്രിയേറ്റ് ചെയ്തു. സുരേഷ് ഗോപിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഒരു BJP കാരനായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. മാനുഷിക മുഖമുള്ള ഒരു BJP-കാരനാണ് ഇഷ്ടപ്പെട്ടത്. ആ സുരേഷ് ഗോപി ഇപ്പോൾ ഇത്രയും വലിയ ക്രൈസിസ് ഉണ്ടായപ്പോൾ ഒരു അഭിപ്രായം പറയാനെങ്കിലും കാണണം. എന്തെങ്കിലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ KS രാധാകൃഷ്ണൻ പറഞ്ഞ് രാധാകൃഷ്ണൻ പുറത്താക്കി. രണ്ടും കൂടെ കൂട്ടി വായിക്കണം. KS രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ രാധാകൃഷ്ണൻ ഇപ്പോൾ അവരുടെ കോർ കമ്മിറ്റിൻ്റെ എടുത്തടിച്ച് പുറത്താക്കി. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, പക്ഷെ അതുകൊണ്ടായിരിക്കണം. വളരെ ആകാശപൂർവ്വം കൊണ്ടുവന്നൊരു വേറൊരു നേതാവാണ് KS രാധാകൃഷ്ണൻ. ആ വാർത്ത വായിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത് എവിടം വരെ കൊണ്ടുപോകും മതത്തിൻ്റെ പേരിൽ? ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചെല്ലുന്ന അവിടെ തന്നെ താമസിക്കുക, എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് പോരാൻ തോന്നുന്നില്ല അവർക്ക്?
അവിടെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പൗരനാകാൻ തയ്യാറാകുകയാണ്. എന്തുകൊണ്ട് പോരുന്നില്ല? ഇന്ത്യ ഇത്ര മഹത്തായ കൺട്രിയാണെന്നുള്ള ഉത്ബോധം അവനുണ്ടെങ്കിൽ, അവൻ്റെ താല്പര്യങ്ങൾ ഇവിടെ സുരക്ഷിതമാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ നിൽക്കുകയല്ലേ നാൾ ഇങ്ങ് പോരും. അല്ല സാർ, ഇത് നമ്മുടെ രാജ്യത്ത് ഇത് കൂടുന്നതിൻ്റെ കാരണം അസഹിഷ്ണുതയുടെ വളർച്ചയല്ലേ? അസഹിഷ്ണുത ഇവിടെ പോകുന്നതിന് കാരണമല്ല. അല്ല, ഇവിടെ നമുക്ക് ഉണ്ടാവുന്നതിൻ്റെ കാരണം അസഹിഷ്ണുത എല്ലാ ഭൂഭാഗത്തും അസഹിഷ്ണുത. പക്ഷേ ഇവിടെ നമ്മൾ അസഹിഷ്ണുത ഇല്ലാത്തൊരു സ്ഥലമാണ്. ഏറ്റവും കുറവ് അത് വളർന്നു, ഒരുപാട് വളർന്നു, ഒത്തിരി വളർന്നു. മതപരമായിട്ട് ഇന്ത്യ നിലനിൽക്കുന്നതിൻ്റെ കാരണം യഥാർത്ഥ ഹൈന്ദവ സംസ്കാരം ഉള്ളതുകൊണ്ടാണ്. മറ്റു പല രാജ്യങ്ങൾക്കും പറ്റിയിട്ടില്ല, മതപരമായി പോയി. ഇവിടെ ആ ഹൈന്ദവ സംസ്കാരത്തെ, അതിൻ്റെ സത്തയെ ഇല്ലാതാക്കി മറ്റൊന്നിനെ കൊണ്ടുവരാൻ നോക്കുകയാണ്. രാമനെ മാറ്റി രാവണനെ കൊണ്ടുവരാൻ നോക്കുകയാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ. ഇവരുടെ ദൈവം രാവണനാണ്. ശരിക്കും ഇവർ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന രാവണനെ, പൈശാചിക ശക്തിയാണ് പ്രാർത്ഥിക്കുന്നത്. നശിപ്പിക്കണം, മറ്റുള്ളവരെ നശിപ്പിക്കണം. അല്ല സാർ, ഈ പറയുന്ന രീതിയിൽ സാറ് ഹിന്ദുത്വവൽക്കരണം ഉള്ളതാണ് സാറ് പറയുന്ന വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ ലോകരാഷ്ട്രങ്ങളിടയിൽ മുസ്ലിം രാഷ്ട്രം, ക്രിസ്ത്യൻ രാഷ്ട്രം, അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം അയർലൻഡിൽ നിന്ന് തന്നെ വരുന്ന വാർത്തകളാണ്, സ്കോട്ട്ലൻഡിൽ നിന്ന് വരുന്ന വാർത്തകൾ. നമ്മുടെ ആൾക്കാരെ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമായി അങ്ങ് തീർക്കുക. അപ്പോൾ അത് ആ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ രാജ്യമായിട്ട് നിലനിന്നത് ഇത്രയും വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചു, മുഗളന്മാർ ഭരിച്ചു, എന്നിട്ടും ഈ രാജ്യം ഹൈന്ദവ രാജ്യമായിട്ട് നിലനിൽക്കുന്നെങ്കിൽ അത് വേറെ ആയുധ ശക്തി കൊണ്ടല്ല നിലനിൽക്കുന്നതാണോ? പക്ഷെ ഹൈന്ദവ സംസ്കാരത്തിൽ മറ്റു ജാതിക്കാരുടെ വന്നുകൂടാന്നൊന്നും അങ്ങനെ ഒരിടത്തും പറയുന്നില്ല, എങ്കിലും പറയുന്നില്ല. പക്ഷെ ആ വളർച്ച അനുവദിക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോഴും ഹൈന്ദവരായിട്ട് നിൽക്കുന്നു. ആർഷഭാരത സംസ്കാരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ടല്ലോ. അവർക്ക് ഇവിടെ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ബ്രിട്ടന്റെ എല്ലാവരും ബ്രിട്ടീഷുകാർ ഭരിച്ചതിൻ്റെ പേര് ക്രിസ്ത്യാനിയാകാൻ പോയില്ല? മൂളന്മാർ ഭരിച്ചതിൻ്റെ പേര് മുസ്ലിം ആകാൻ പോയില്ല? ഉത്തരേന്ത്യയിൽ പോലും ആകാൻ പോയില്ല. അവിടെ ആ മഹത്വത്തിന് പകരം ബലം പ്രയോഗിച്ച് ഇവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അവിടെയാണ് അപകടം. ബലപ്രയോഗം വേണ്ട. നമ്മുടെ ഇപ്പോൾ ഗീത കൊണ്ട് ബൈബിളിനെയും ഖുറാനെ നേരിടാൻ പറ്റണം, അല്ലെ ബൈബിൾ കൊണ്ട് ഗീതയും ഖുറാനെ നേരിടാൻ പറ്റണം. അവിടെ വാളെടുക്കേണ്ട ആവശ്യമില്ല, വടിയെടുക്കേണ്ട ആവശ്യമില്ല, യൂണിഫോം ധരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും നാളിതുവരെ പൊങ്ങി വരാത്ത രീതിയിൽ ഇത്തരത്തിലൊക്കെയുള്ള ഓരോ മതപരിവർത്തനമെന്നും അങ്ങനെ ബൈബിൾ കയ്യിൽ വെച്ചെന്നും കയ്യിലുണ്ടായിരുന്ന ബൈബിൾ അവർ വലിച്ചെറിഞ്ഞു, ചരമവാർഷിക കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനുള്ള അപരിചിതർ വന്ന് തടയുകയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, നാളിതുവരെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതിരുന്ന രീതിയിലുള്ള പ്രക്രിയകൾ മൂന്നാമതൊരു തുടർഭരണം കൂടെ BJPക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം അല്ല, നമ്മൾ അത്രയും പോകണ്ട. ഇനി ഒരു കാലത്ത് മലയാളികളെ തമിഴന്മാരൊക്കെ ബോംബെയിൽ ജോലി ചെയ്തിരുന്ന ശിവസേന എന്നുള്ള സംഘടന ഉണ്ടായി. ഹിന്ദുക്കളായ മലയാളികളെ അവരെ അവിടെ തല്ലി ഓടിച്ചു. മദ്രാസിൽ എന്ന് പറഞ്ഞാൽ തല്ലി ഓടിച്ചു. എന്താ കാര്യം? എന്താ ഈ വംശീയത അല്ലെ പ്രാദേശികത സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ നേതാക്കന്മാരുണ്ടാകുമ്പോൾ അവർക്കുള്ള ഏറ്റവും എളുപ്പ വഴി ഇത്തരം ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭിന്നതയിൽ നിന്നും അവരെടുക്കുക. അവിടെയാണ് നമ്മുടെ രാജ്യം പുറകോട്ട് കൊണ്ടുവരുന്നത്. കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞാലും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മെച്ചതാണ്. അത്ര ഒരു ഭിന്നത ഉണ്ടാക്കാൻ കോൺഗ്രസ് നോക്കിയിട്ടില്ല, ഒരു കാലത്തും നോക്കിയിട്ടില്ല. വർഗീയ സംഘടന ഉണ്ടാക്കിയതിൻ്റെ 10 വോട്ട് കിട്ടുമെന്ന് കോൺഗ്രസ് നോക്കിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരെ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാൻ കാണും, അതിനെ പ്രോത്സാഹിപ്പിച്ച ഉദാഹരണം പറയാൻ കാണും. ഏതായാലും ഈ ഒരു സംഭവത്തിലൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയും നിരന്തരം ഇതുപോലത്തെ ഈ അസഹിഷ്ണുത അത്ര കണ്ട് കൂടിപ്പോയി അല്ലേ? നമുക്ക് ഇനിയും ഇത് കേൾക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഈ ഒരു സംഭവം പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ പുറത്ത് വരും. അവർക്ക് പറയാനുള്ളൊരു ധൈര്യവും കൂടെ വരും. കാര്യം ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് പറയാനുള്ളൊരു ധൈര്യം വരും. അതുകൊണ്ടാണ് ഈ സിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരും എന്ന് തന്നെ അല്ല. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അധികാരം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ BJP മതത്തിൻ്റെ പേരിൽ ആ രീതിയിൽ അധികാരം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായും അത് എഴുതി വെച്ചു കൊടുത്താൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാവുന്നൊരു വിഷയമാണ്. സ്വാഭാവികമായും മറ്റ് മതങ്ങളും ആ രീതിയിൽ ചിന്തിക്കാനും സംഘടിക്കാനും തുടങ്ങും. ഇപ്പോൾ ഹിന്ദുക്കളല്ല ആദ്യം ചെയ്തെന്ന് അവർ പറഞ്ഞു നോക്കും. ഞങ്ങളങ്ങനെ പോയിട്ടില്ല. ഇവിടെ ഇസ്ലാമും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അത്ര നോക്കിയിട്ടില്ല. ഇസ്ലാമാണ് മതപരമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാനും സംഘടിപ്പിക്കാനും നോക്കുക എന്നുള്ള ആരോപണം വരും. അതിൻ്റെ ബദലാണ് ഹിന്ദുക്കൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നേ അവർ പറയുള്ളൂ. പക്ഷെ അതിൻ്റെ ബദൽ അതല്ല എന്നുള്ള സത്യം നമുക്കറിയാം. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദു തന്നെയാണ്. അതാരും എന്നെ ഹിന്ദു ആക്കിയതല്ല. നാളെ എൻ്റെ ഈ മതത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ ആർക്കും പറ്റിയില്ല. ആ ഔന്നത്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് എറണാകുളത്ത് അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി എറണാകുളത്തപ്പനെ 2 തെറി പറയുക, പരസ്യമായിട്ട് മീറ്റിംഗ് യുക്തിവാദ സംഘത്തിന് വേണ്ടി കൊടി വെച്ച് കെട്ടി പറയുക എറണാകുളത്തപ്പൻ തട്ടിപ്പാണ്, ഇങ്ങനെ മനുഷ്യനെ കളിപ്പിക്കുകയാണ് എന്ന് പ്രസംഗിച്ചിട്ട് പിറ്റേ ദിവസം അല്ലെ പിറ്റേ ആഴ്ച എൻ്റെയോ എൻ്റെ മകളുടെയോ
മകൻ്റെയോ ആരുടെയെങ്കിലും കല്യാണം ഏറ്റുവാൻ ആ അമ്പലത്തിൻ്റെ അകത്ത് കയറി കല്യാണം നടത്താൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആരും പിടിക്കുകയില്ല. അതാണ് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിൽ ആരും പിടിക്കുകയില്ല. നീ ഇന്നലെ ഇവിടെ വന്ന് തെറി പറഞ്ഞാലും എന്ന് ചോദിക്കുകയില്ല. ഇന്നലെ എന്ത് അമ്പലത്തിൽ തൊഴാൻ വരാത്തെന്ന് ആരും ചോദിക്കില്ല. അത്രയ്ക്ക് മാത്രം ലിബറലായിട്ടുള്ളൊരു മതത്തെ ഇവർ ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറി ഭയങ്കരമായിരിക്കും. അത് ബി ജെ പിക്കാർ മനസ്സിലാക്കുന്നില്ല. അത്രയേ ഉള്ളൂ.